ശ്രീ സുഭാഷ് ബാബു, കേരള പോലീസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ അപസർപ്പക കഥയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പെട്ടെന്നൊരു വ്യക്തി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ചില ആളുകളുടെയൊക്കെ പിൻബലത്തോട് കൂടിയിട്ട് വരികയും അത് ഒരു വലിയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യത്തിലാണ് ഇതിന്റെ ഈ ശവസംസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വാർത്ത അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അതിന്റെ പശ്ചാത്തലത്തില് സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തി അങ്ങനെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അവിശ്വസിക്കാൻ സാധാരണഗതി പോലീസിന് സാധ്യമല്ല. അതുകൊണ്ട് പോലീസിനെ സമീപിച്ചു. പോലീസ് അതിന് ഇത് അത്ര വിശ്വസനീയമല്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ അവര് അതിന് കേസെടുക്കാൻ വിസമ്മതിക്കുകയും കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ച് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോ കുറെ ആളുകൾ അദ്ദേഹത്തിന് ഏറ്റുപിടിച്ചതിന് ശേഷം എവിടെ നിന്നോ ഒരു തലയോട്ടിയും കൂട്ടിയിട്ട് ചില അഡ്വക്കേറ്റ് വക്കീലന്മാരുടെ സഹായത്തോടുകൂടി കോടതിയിൽ കൊണ്ടുവന്ന് നേരിട്ടൊരു പരാതി കൊടുക്കുകയാണ്. അത് സാധാരണ ഉണ്ടാകാത്തൊരു കാര്യമാണ്. തലയോട്ടിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുക എന്ന് പറഞ്ഞാൽ തീർത്തും അസ്വാഭാവികമായ ഒരു മുൻ സംഭവങ്ങളില്ലാത്ത മുൻ ഉദാഹരണമില്ലാത്ത ഒരു സംഭവമാണ്. അങ്ങനെ കോടതിയിൽ ചെന്നതിന് ശേഷം കോടതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സോൺ അഫിഡവിറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കേസെടുക്കാൻ പറയും. കേസെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് നേരത്തെയുള്ള ആക്ഷൻ കമ്മിറ്റിയൊക്കെ അത് സജീവമായി ഇടപെടുകയും അപ്പൊ അവര് അവിടുത്തെ പ്രാദേശികമായ പോലീസ് അന്വേഷണത്തിനെ എതിർത്തതിന്റെ പശ്ചാത്തലത്തിൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി. അതിൽ തന്നെ അവർക്കൂടെ താല്പര്യമുള്ള വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെ അതിനകത്ത് നിയോഗിക്കണമെന്ന് പറഞ്ഞു. അതിനും ഗവൺമെന്റ് അനുകൂലമായി. അങ്ങനെ വെച്ചതിന് ശേഷം ആണ് ഇതിന്റെ എക്സിമേഷൻ, അതായത് ഈ ശവം ഉള്ള സ്ഥലം പരിശോധിക്കാൻ തുടങ്ങുന്നത്. അത് നടപടിക്രമം അനുസരിച്ച് പോലീസ് അല്ല എടുക്കുന്നത്. പോലീസ് കൂടെ സഹായികളായിട്ട് നിന്നിട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് എടുക്കുന്നത്. അങ്ങനെ അവര് അത് കുഴിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും എല്ലിൻ കഷ്ണങ്ങളൊക്കെ ചില സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പരിശോധനയ്ക്ക് ശേഷം പറയുന്നത് ഇങ്ങനെ വ്യാപകമായി പരാതി വന്നിരിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം നിർബന്ധിച്ച് ശവസംസ്കാരം നടത്തിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ആ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങൾ അത് കുഴിച്ചെടുത്ത് ആ എല്ലുകൾ ശേഖരിച്ച് അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് പുരുഷന്റെ ആണെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ സ്ത്രീകളെ അവിടെ ഇതേ രീതി ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിലും വ്യാപകമായ തെരച്ചിലിനും ഫലമായിട്ട് അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെടാൻ പോലീസിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല. ആ പശ്ചാത്തലത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ട കാര്യം ആരെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് കൊടുത്തു എന്ന് പറയുന്നത്. അത് നമുക്ക് അവിശ്വസിക്കാൻ പറ്റൂല. തെളിവ് ഇതുവരെ ലഭിക്കാത്ത കൊണ്ടും ലഭിച്ച തെളിവ് മുഴുവൻ ഒരു പുരുഷ കേന്ദ്രീകൃത തെളിവിലേക്ക് മാറുകയും ചെയ്തപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംശയം, അതായത് നേരത്തെ ഇത് ശരിയല്ല, ഇത് മനഃപൂർവ്വം ക്ഷേത്ര പരിസരങ്ങളെ ക്ഷേത്രത്തിനെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് വാദിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ വാദഗതിക്ക് കൂടുതൽ ഊർജം പകർന്നിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അന്വേഷണം നടക്കുക എന്ന് പറഞ്ഞ് സ്വാഭാവികമായി പരാതി ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്തതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അത് ചെയ്തതിന്റെ വിശ്വാസ്യത ഏതാണെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും അവിശ്വാസ്യതയൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. ആദ്യത്തെ അന്വേഷണത്തിന് അവിശ്വാസ്യതയൊക്കെ വളരെ ഗംഭീരമായിട്ട് പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം അതിനെ സംബന്ധിച്ചോ അത് കെട്ടടങ്ങിയത് കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ശരി, അതിനുശേഷം അതിന്റെ ആ വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ ആ പ്രചാരണം ഒന്ന് കെട്ടടങ്ങുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ തെളിവ് വന്നതിന്റെ കൂടിയിട്ട് തന്നെ ഇത് പറഞ്ഞത് അസംഭാവ്യമായ സംഗതിയോ സത്യവിരുദ്ധമായ കാര്യമാണോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് ചില ആളുകളുടെ താല്പര്യത്തോടുകൂടി കളവ് ആയി കെട്ടിച്ചമച്ച സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ വാർത്തയായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും അതിനകത്ത് അടിസ്ഥാനം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ദിവസത്തെ ശ്രമകരമായ അന്വേഷണത്തിന് ശേഷവും അതിന് ഒരു രീതിയിലുള്ള തുമ്പം ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ വാർത്തയ്ക്ക് അനുബന്ധമായ രീതിയിൽ വനിതകളെ അവിടെ സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് ഒരു തെളിവ് അവിടെ നിന്ന് ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല എന്നാണ് ഇപ്പൊ വാർത്ത പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ഇത് ഒരു സത്യവിരുദ്ധമായ അല്ലെങ്കിൽ കരുതിക്കൂട്ടി വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുപോലെ നമ്മൾ സാധാരണ പറയുന്നത് തിരക്കഥയാണ്. ആരുടെയൊക്കെ താല്പര്യത്തോടു കൂടിയിട്ട് ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയിട്ട്
ഒത്താശയോടുകൂടി ആർക്കോ വേണ്ടിയിട്ട് ചെയ്യപ്പെട്ട തിരക്കഥയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഇനി അന്വേഷണ വിധേയമാക്കി അതിന് കൂടുതൽ തെളിവ് വന്ന് ഔദ്യോഗികമായിട്ട് പോലീസിന്റെ പ്രസ്താവന അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ പ്രസ്താവന ഉണ്ടാകുന്നത് വരെ ഇത് രണ്ട് വാദഗതിയും ഒരേ രീതിയിൽ മുന്നോട്ട് പോകും. എന്തായാലും ഇപ്പൊ തെളിവ് ഇതുവരെ കിട്ടാത്ത സാഹചര്യത്തിൽ എന്തായാലും ശരി, ഇത് ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം.